കൊന്നിച്ചോ മിനസാൻ അങ്ങനെ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസ് സെക്ടിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 13ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ശ്രദ്ധിച്ചു കേട്ടോ, ഇനിയുള്ള 4-5 എപ്പിസോഡ്സ് എന്ന് പറയുന്നത് ഒരു രക്ഷയും കാണത്തില്ല. ബിക്കോസ് ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ സദേൺ എഡ്ജ് സെക്റ്റും മൗണ്ട് ഹോസ് സെക്റ്റും തമ്മിലുള്ള ആ ഒരു കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ചുരുക്കം പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു കിടിലൻ ബാറ്റിലൊക്കെ വരുന്നുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, അതിന്റെ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത്രത്തോളം കിണ്ണം കാച്ചിയ എപ്പിസോഡ്സ് ആയിരിക്കും ഇനി ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് പേജ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ എന്തായാലും മറക്കണ്ട. ബിക്കോസ് വീഡിയോ ഇടാൻ നേരത്തെ തന്നെ നിങ്ങൾ വന്ന് കണ്ടേക്ക്, അതുപോലത്തെ എപ്പിസോഡ്സ് ആയിരിക്കും ഇനി ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്തെ തന്നെ അവന്റെ നേരെ ആ ഒരു അറ്റാക്ക് വന്നിരുന്നു. അത് അവന്റെ കൺമുമ്പിൽ വന്ന് അവിടെ നിന്നു. എന്നാൽ ആ ഒരു അറ്റാക്കിന്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് അത് ഒട്ടും തന്നെ നിസ്സാരമല്ലായിരുന്നു. ആ സ്ഥലം തന്നെ ക്ലീൻ ആക്കി കളഞ്ഞു എന്ന് തന്നെ പറയണം. എല്ലാവരും ഞെട്ടിത്തെറിച്ചിരുന്നു. ഗള്ളിന്റെ തൊട്ട് മുമ്പിലാണ് ആ അറ്റാക്ക് വന്ന് വീണത്. അവൻ നേരെ നിലത്തേക്ക് വീണുപോയി. പേടിച്ച് അവന്റെ ശരീരം മുഴുവൻ വിറക്കാനിട്ട് തുടങ്ങി. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മരണത്തിനെ നേരിട്ട് കണ്ടത്? നീ നീ ശരിക്കൊരു ഭ്രാന്തനാണ് കേട്ടോ. അപ്പോ സീനിയർ ബ്രദേഴ്സ് എല്ലാവരും റെസ്റ്റ് ഒക്കെ ചെയ്തില്ലേ? അപ്പൊ എങ്ങനെ തുടങ്ങിയാലോ എന്ന് ചോദിച്ചോണ്ട് ചങ്ങ തിരിഞ്ഞു നോക്കി അടുത്തതാരാന്ന് ചോദിച്ചപ്പോ ഒരാൾ പോലും അനങ്ങിയില്ല. എടാ ജോസാക്ക്, നിന്നെടാവും വിളിക്കുന്നത്. എന്നെയല്ല സീനിയർ ബ്രദർ, ഉറപ്പായിട്ടും താങ്കളെ തന്നെയാണ്. ഹാ, എൻ്റെ സീനിയർ ബ്രദേഴ്സ് എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഇതെന്തെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീയൊക്കെ ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നതായിരിക്കും. ഞാനിതാ വരുന്നെന്ന് പറഞ്ഞ് അവൻ ചാടി എവിടേക്ക് വരികയും പിന്നെ എല്ലാരും കിടന്ന് കാറുകയാണ്. ഇത് എന്താണടാ, ഒറ്റ ഒരെണ്ണത്തിന് പോലും എൻ്റെ അറ്റാക്ക് കണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്ത്? ഞാൻ നിന്നോടൊക്കെ പറഞ്ഞില്ലേ, ഞാൻ സിംപ്ലി താഴത്തേക്ക് മാത്രമേ സിങ് ചെയ്തിട്ടുള്ളത്. അത് ബ്ലോക്ക് ചെയ്യാൻ എന്നെ പാടിരിക്കുന്നു. എടാ വിട്ടി, അത് നീ ഫാസ്റ്റ് ആയതുകൊണ്ടാണ്. ഫാസ്റ്റ് മാത്രമല്ല, നീ സ്ട്രോങ്ങും ആണ്. അത് ഞങ്ങൾക്ക് അറിയാം. നിന്റെ അറ്റാക്ക് എവിടേക്കാണ് വരുന്നത് ഞങ്ങൾക്കെന്നല്ല, ഈ ചിലത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാൻ പറ്റും. പക്ഷെ എങ്കിലും അത് ഇന്നിപ്പോൾ അത്ര സ്ട്രോങ്ങർ. അപ്പം നിനക്കൊക്കെ അറിയാം ഈ അറ്റാക്ക് എവിടേക്കാണ് വരുന്നതെന്ന്. നീ ഒന്നും ചെയ്യാഞ്ഞിട്ടാണ്. ആ ടൈമിൽ ചെങ്ങി വീണ്ടും എൻ്റെ കൈ മുകളിലേക്ക് ഉയർത്തി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് കാണിച്ചു. എന്നിട്ട് പറയും ചെയ്യും, ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ? അല്ല, ഇത് തന്നെയല്ലേ നീ നേരത്തെ യൂസ് ചെയ്തത്? അതെ, പക്ഷെ ശരിക്കും സ്പീഡ് കൂടിയതുപോലെ. അതിലുപരി നേരത്തെ സ്ട്രൈക്ക് ശരിക്കും പേടിപ്പിക്കുന്നത്. അത് നാച്ചുറലാണ്. ഒരു സോഡ് കൺമുമ്പിൽ തൊട്ടടുത്ത് നിന്ന് വരാൻ നേരത്ത് നമ്മൾ എന്തായാലും ഒന്ന് പേടിക്കും. ആ ഒരു കാര്യം മാത്രമേ ഇവിടെ വ്യത്യാസമായിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുള്ളൂ ഈ അറ്റാക്ക് എവിടേക്കാണ് ചെല്ലുന്നതെന്ന്. സോ അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്താൽ മതി. ആദ്യം നിങ്ങളുടെ ലോവർ പാർട്ട് ഉറപ്പിച്ചു വെക്കണം, നിലവായിട്ട് പിടിച്ചു നിൽക്കുന്ന രീതിയിൽ. എന്ത് വന്നാലും ഇളകാൻ പാടില്ല. അതിനുശേഷം നിങ്ങളുടെ സ്ട്രെങ്ത് മുഴുവൻ കയ്യിലേക്ക് കൊണ്ടുവന്ന് നേരെ മുകളിലേക്ക് ഉയർത്തി അതങ്ങോട്ട് റിലീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും അതങ്ങോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു സ്വിങ്. സത്യം പറയാലോ, അവനൊന്നും തന്നെ പറയാൻ പറ്റിയില്ല. ശരിയാണ്, അത് സൂപ്പർ ഫാസ്റ്റ് അല്ല, സ്ട്രൈക്ക് അല്ല. അത് മാത്രമല്ല ഇൻക്രെഡിബിൾ ഉള്ള ഒരു ഷോട്ട് ടെക്നിക്കും അല്ല. എനിക്ക് സിമ്പിളായിട്ട് തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ക്വിക്കല്ല സിമ്പിൾ ഡൗൺവേർഡ് സ്വിങ്. അതിന് അന്നസറി ഉള്ള ഒരു മൂവ്മെന്റ്സ് പോലും ഇല്ല. അല്ലടാ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പറഞ്ഞു വരുന്നത് ഈ ഫാൻസിയുള്ള ഷോട്ട് ടെക്നിക്കൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് ബെറ്റർ ആയുള്ള ഞങ്ങളുടെ ബോഡിക്ക് പറ്റിയ ഇതേപോലത്തെ ബേസിക് ഉള്ള സ്വിങ്സിനെ പറ്റി പഠിക്കാനല്ലേ? അത് മാത്രം പോരാ, നിങ്ങൾക്കൊരു ധൈര്യം കൂടെ വേണം. നിങ്ങളുടെ ആദ്യത്തെ അറ്റാക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ എനിമിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി അങ്ങനെ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ധൈര്യം വേണം, നിങ്ങളുടെ അടുത്ത അറ്റാക്ക് കൊണ്ട് നിങ്ങളുടെ എനിമിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി അതും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ധൈര്യം വേണം, നിങ്ങൾ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന്. അപ്പോൾ അതിനുവേണ്ടിയാണല്ലോ ഞങ്ങളെ കാണിച്ചു തന്നത്. ശരിയാണ്, ഇവിടെയുള്ള ഓരോരുത്തർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ പലർക്കും അത് മനസ്സിലാകത്തില്ല. എന്നാൽ ഇപ്പോൾ നേരിട്ട് അവരെല്ലാവരും കണ്ടതുകൊണ്ട് ഒരു ഹ്യൂജ് ഡിഫറൻസ് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവരെല്ലാം പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ ചങ്മ്യങ്, ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും മൗണ്ട് ഹോസക്കിന്റെ ഡിസിപ്ലിൻസ് അല്ലേ? നമ്മൾ ഇവിടുത്തെ സീക്രട്ടുള്ള ഷോട്ട് ടെക്നിക്ക് യൂസ് ചെയ്തല്ലേ ഇവിടെ എല്ലാവരോട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് ഒപ്പോണൻസുമായിട്ട്? എങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കാം, 6 ഫോൾഡ് കോംബോ ഷോട്ട് ടെക്നിക്കിന്റെ ആദ്യത്തെ പടി എന്താണ്? ഡൗൺവേർഡ് സ്വിങ്. അപ്പോൾ അറിയാം, ഈ 6 ഫോൾഡ് കോംബോസോ ടെക്നിക്ക് ആരുടേതാണ്? മൗണ്ട് ഹോസക്കിൻ്റെതല്ലേ? 6 ഫോൾഡ് കോംബോസോ ടെക്നിക്കാണ് മൗണ്ട് ഹോസക്കിൻ്റെ ഏറ്റവും ബേസിക് ഉള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് തന്നെ പറയാം. നമ്മളിവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം തന്നെ 6 ഫോൾഡ് കോംബോ ഉണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ എന്ന് പറഞ്ഞ് ആ സോഡ് ആ നിലത്തേക്ക് കുത്തി. നിങ്ങൾക്ക് അതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഫാൻസിയറായുള്ള മേജർ സ്റ്റെപ്സും പെറ്റൽ സോഡിൻ്റെ പുറകെ പോകുമല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ ഇതൊക്കെ എന്ന് പഠിക്കാനാണ്? ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം, നിങ്ങൾക്ക് പ്രോപ്പർലി 6 ഫോൾഡ് കോംബോ പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഫാൻസിയറുള്ള വേറെ ടെക്നിക്ക് പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം തന്നെയില്ല. ആദ്യം വേണ്ടത് ഒരു സോളിഡുള്ള ഫൗണ്ടേഷനാണ്.
സോളിഡ് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ മതി എല്ലാം തകർന്ന് വീഴാനായിട്ട്. മൗണ്ട് ഹോസക്കിന്റെ ബേസിക് തന്നെ 6 ഫോൾഡ് കോംബോസോ ടെക്നിക്കാണെന്ന് മറക്കണ്ട. നിങ്ങൾ ആദ്യം അത് പ്രോപ്പർലി എല്ലാം തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പഠിക്കണം. എനിക്ക് മനസ്സിലായി 6 ഫോൾഡ് കോംബോ ടെക്നിക്കിന് ശരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ചെങ്മ്യാങ്, ഞങ്ങളാരും നീയല്ല. ഹോണസ്റ്റ്ലി ഇവിടെ ആ ടെക്നിക്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് അത് നീ മാത്രമാണ്. കേൾക്കാൻ നേരത്ത് ഇത് കുറച്ച് മണ്ടത്തരമായിട്ട് തോന്നും. പക്ഷേ ഉള്ളത് പറയാലോ, ഞങ്ങൾക്ക് വേണ്ട സ്ട്രെങ്ത് ആണ്, ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചറിലല്ല. ഇപ്പോൾ അവന്മാരുടെ മുമ്പിൽ നാണം കെടാതെ ഇവിടെ നിന്ന് ജയിക്കാൻ പറ്റണം, അത് മാത്രം. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുവാണ്, നീ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അവന്മാരുടെ മുമ്പിൽ നാടൻ കെടാതിരിക്കുവോ? അവൻ ശരിക്കും സീരിയസ് ആയിട്ടായിരുന്നു ചോദിച്ചത്. നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും. അല്ല, ഞാനെന്ത് ചെയ്ത്? നീ ഓൾറെഡി അപ്പോൾ ലൂസായെന്ന് അഡ്മിറ്റ് ചെയ്തോ? എന്ത്? നിന്നെപ്പോലുള്ളവർക്ക് ജീവിക്കാനുള്ള അനുവാദം പോലും ഇല്ല. നിനക്കൊക്കെ എത്ര ധൈര്യമായിട്ടാ മൗണ്ട് ഹോസക്കിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? 17 സെക്കൻഡിന് മുമ്പിൽ നീയൊക്കെ തോറ്റെന്ന് ഓൾറെഡി അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണോ നീയൊക്കെ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ നീയൊക്കെ ജയിക്കുമെന്ന്. അല്ല, നിന്നെയൊക്കെ ജയിപ്പിക്കും. ഇവിടെ ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു ഡിഫീറ്റ് എങ്ങും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ജയിച്ചാൽ മാത്രം മതി. എന്ത് വിലയെടുത്തും ജയിച്ചണം. അവന്മാരുടെ പാൻറ് വലിച്ചൂരിയാലും കണ്ണി മണ്ണിട്ടാലും എന്ത് കോപ്പാണെങ്കിലും നീയൊക്കെ ജയിച്ചാൽ മാത്രം മതി. അല്ല, അത് നമ്മൾ ചെയ്യുന്നത് നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ബാറ്റിൽ ഫീൽഡിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും അലമ്പ് കാണിച്ച് നിങ്ങൾ ഡിഫീറ്റ് ചെയ്യാൻ നോക്കി വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? അയ്യോ അങ്ങനെ ചെയ്യല്ലേ, ഞങ്ങൾ നേർക്ക് നേർ നിന്ന് മാത്രമേ ഫൈറ്റ് ചെയ്യത്തുള്ളൂ. ഇല്ല, ഒരു ബാറ്റിൽ ഫീൽഡ് ഇതൊന്നും തന്നെ വാല്യൂ അല്ല. അതുകൊണ്ട് ജയിക്കാൻ നോക്കുക, എന്ത് വില കൊടുത്തും ജയിക്കാൻ നോക്കുക. നിന്റെയൊക്കെ റോട്ടനുള്ള മൈൻഡ് സെറ്റ് തന്നെ ഞാൻ അങ്ങോട്ട് തിരുത്തി വെക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, എല്ലാരും പെട്ടെന്ന് നിങ്ങളുടെ വുഡൻസ് എടുത്തിട്ടോ, എന്നിട്ട് 10,000 ഡൗൺവേർഡ് സിങ്സ് ചെയ്തോണം ഇപ്പൊ തന്നെ. 10,000? എന്താടാ നിനക്കൊക്കെ അപ്പ നാണം കെട്ടാ മതിയോ? അത് ഇപ്പൊ എന്റെ മുമ്പിൽ നിന്ന് നാണം കെട്ടാ മതിയോ? അത് പിന്നെ കാണിക്കുന്ന ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. സെക്രട്ടറി, ഞാൻ പറയട്ടെ, സീനിയർ ബ്രദർ ചെങ്മ്യാങ്, അദ്ദേഹത്തിന് ഡിസിപ്ലിൻ ആരെങ്കിലും വേണം. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ബാക്കി നമ്മുടെ ഫ്യൂച്ചർ തന്നെ ഇരിക്കുന്നത്. ഒന്ന് ആലോചിക്കേ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഓരോ ടെക്നിക്കും ശരിക്കും പവർഫുൾ ആണ്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഉള്ളത് പറയാലോ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവന് ഡിസിപ്ലിൻ ആക്കി കൊടുക്കാൻ പറ്റുന്നത്? അവൻ വേണ്ടി വന്ന ചുട്ട കോഴിനെ പറപ്പിക്കാറുണ്ട്. അവനെ പോലെ ഒരുത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ പിള്ളേരെ എങ്ങനെയാണ് നമ്മൾ അയക്കുന്നത്? ആ ഒരു മൈൻഡ് സെറ്റ് ഒരിക്കലും നല്ലതല്ല. അത് ഒട്ടും തന്നെ നല്ലതുമല്ല. ഒരു ട്രൂ ടോയ്സ് ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അവൻ ശരിക്കും ഇൻഹ്യൂമൻ ആണ്. സീനിയർ ബ്രദർ, ഞാൻ തങ്ങളെ പുറകിൽ തന്നെ നിപ്പോണ്ട് കേട്ടോ. നീ ഇവിടെ നിപ്പോണ്ടല്ലേ, കുഴപ്പമില്ല. അല്ലെങ്കിലും അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടിരുന്നത്. ഒന്നുമില്ലെങ്കിലും ഞാൻ ട്രെയിൻ ചെയ്യുന്നതിന് എന്നാ കുഴപ്പമിരിക്കുന്നത്? അതും പറഞ്ഞുകൊണ്ട് ചെങ്മ്യാങ് ഉറക്കപ്പിച്ച് നടക്കുകയാണ്. ഇവിടെയുള്ള ഓരോരുത്തരെ നടക്കാൻ പഠിപ്പിക്കുന്ന പോലെയാണ്. ഒരുത്തനെ നടക്കാൻ പഠിപ്പിക്കാൻ നേരത്ത് മറ്റൊരുത്തന് ഉരുണ്ട് വീഴും. ശരിക്കും തലവേദന പിടിച്ചൊരു പരിപാടി തന്നെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും മൗണ്ട് ഹോസക്കിനെ ഇനി ഞാൻ ഒരിക്കലും താഴത്തേക്ക് വിടത്തില്ല. എന്ത് വില കൊടുത്തും ഞാൻ ജീവനോടെ ഇല്ലെങ്കിലും മൗണ്ട് ഹോസക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ ചെല്ലണം. അതത്ര എളുപ്പമായിരിക്കത്തില്ല. ഈ ഫാൻസിയുള്ള ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല. അതിന് ഒരു റൂട്ട് വേണം, അടിക്കട്ടിയുള്ള ഒരു റൂട്ട്, എന്ത് വന്നാലും നിലം പതിക്കാത്ത ഒരു റൂട്ട്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടേക്ക് എത്തി. അല്ല, ആ പെണ്ണിവിടെയൊന്നും ഇല്ലായിരിക്കില്ല? ഇല്ലായിരിക്കും. ഈ 1 മണിക്കൊക്കെ അവൾ എന്തായാലും ഇവിടെ ഒന്ന് ട്രെയിൻ ചെയ്യാനുള്ള അത്രയും ബുദ്ധിയൊന്നും അവളൊക്കെ കാണത്തില്ലെന്ന് പറഞ്ഞ് അവൻ ആ സോഡ് നേരെ എടുത്ത് പുറത്തേക്ക് വെച്ചു. എന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. എന്ത് വില കൊടുത്തും ഞാൻ എത്രയും പെട്ടെന്ന് സ്ട്രോങ്ങറായി മാറണം. എൻ്റെ പഴയ ജന്മം പോലെയല്ല. മേ ബി അത് മാത്രം പോരാ, അതിനുപരി സ്ട്രോങ്ങറായി മാറണം. കാര്യം അന്ന് എനിക്ക് ഹെവലി ഡീമിനെ ഡിഫീറ്റ് ചെയ്ത് വിജയിക്കാൻ സാധിച്ചില്ല. ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അന്ന് അവനെ അത്രയും വീക്ക് ആക്കിയില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ചുരുക്കം പറഞ്ഞ അവൻ്റെ മുമ്പിൽ പോലും എല്ലാവരും എന്നെ അൾട്ടിമേറ്റ് സോഡെന്നാണ് വിളിച്ചത്. പക്ഷേ ഉള്ളത് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു ലൂസറാണ്. അവൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ലൂസർ. എനിക്കൊറ്റക്ക് അവനെ ഒന്ന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരാരും തന്നെ മരിക്കത്തില്ലായിരുന്നു. സീനിയർ ബ്രദർ, എൻ്റെ ജൂനിയർ ബ്രദേഴ്സ്, അവരെല്ലാവരും തന്നെ സന്തോഷത്തോടെ അവരുടെ ജീവിതം ജീവിച്ചു തീർത്തേന്നാം. അതിനെല്ലാം വേണ്ടി ഞാൻ സ്ട്രോങ്ങറായി മാറണം. കുറച്ചുകൂടെ സ്ട്രോങ്ങറായാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ഇനിയും ഹെവലി ഡീമനെ പോലൊരുത്തൻ ഇവിടേക്ക് വരത്തില്ലെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഇൻഫാക്ട് ജിങ്ഹേലി അതിന് ഹൊറിഫൈങ് ഉള്ള ആൾക്കാർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മൗണ്ട് ഹോസക്കിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും സ്ട്രോങ്ങറായി മാറണമെന്ന് പറഞ്ഞ് ചെങ്മ്യാങ് അവൻ ആലോചിച്ച് വെച്ചതിൽ നിന്ന് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങറായി മാറണം. ആ ടൈമിൽ അവൻ ചിന്തിച്ചു വെച്ച ആ ഒരു ഹെവലി ഡീമൻ അവൻ്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്തു. പക്ഷെ പെട്ടെന്നാണ് അവൻ ചാടി അവിടേക്ക് ചെന്ന് അതിനങ്ങോട്ട് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കിക്കൊണ്ട് പറയുന്നത്, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയുള്ള വ്യക്തി എന്നും പറഞ്ഞ് നേരെ മുകളിലേക്ക് ചാടി അവൻ്റെ ഉള്ള ദേഷ്യം എല്ലാം തന്നെ അവിടെ കൊണ്ടുവന്ന് ഹെവലി ഡീമിനെക്കെട്ട് സ്ട്രോങ്ങറായി മാറണമെന്ന് പറഞ്ഞ്
ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അങ്ങനെ ഹെവലി ഡീമന്റെ ആ ഒരു രൂപത്തിനെ അവൻ മുറിച്ചു കളഞ്ഞു. എന്നിട്ട് പറയും ചെയ്യും, ഹെവലി ഡീമൻ എനിക്കറിയാവുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. അതിനി ഒരിക്കലും ഒരു തവണ കൂടെ ഉണ്ടാകാൻ പാടില്ലെന്നും പറഞ്ഞ് ചെങ്മെങ് നിലത്തേക്ക് ഇറങ്ങി. എന്നാൽ ഇതേ സമയം ദൂരത്ത് നിന്ന് ഒരാൾ ഇതെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. അവൾ നോക്കാൻ നേരത്ത് ചെങ്മെങ് ചെയ്ത ആ ഒരു അറ്റാക്കാണ് കാണാൻ സാധിച്ചത്. ഞാൻ എനിക്ക് തന്നെ പറ്റിയ ഒരു സോഡായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്തി ആ ഒരു പുതിയ ലെവലിലേക്ക് ചെന്ന് കയറണം. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിയെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നിട്ട് അവൻ കണ്ണടച്ചിട്ട് പറയും ചെയ്യും, പക്ഷേ എന്നാലും കുറച്ചധികം ദൂരം കൂടിയുണ്ട്. ആ ഒരു പുതിയൊരു സോഡായിട്ട് എനിക്ക് ഇൻവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതത്ര എളുപ്പം. ആ ടൈമിൽ അവൻ കണ്ണു തുറന്നപ്പോഴാണ് അവൾ അവൻ്റെ തൊട്ട് മുമ്പിൽ നിന്നത്. കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടില്ല. പെട്ടെന്ന് പേടിച്ചു കുറച്ച് ചെങ്മേങ് നേരെ പുറകിലേക്ക് ചാടി. അല്ല, ഇതാ പെണ്ണല്ലേ, ഇവളുടെ പേര് ആ യു യു അല്ലേ, യു ഇസേൾ. അല്ല, ഇവളെവിടെ നിന്നാണ് ഇങ്ങനെ വന്നത്? സത്യം പറയാലോ, ഞാൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. ഞാൻ അത്ര നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണോ ഇവിടെ ഞാൻ കാണുന്നത്? അല്ല, എന്നാലും ഒരു ഹ്യൂമന്റെ പ്രസൻസ് ഞാൻ എങ്ങനെ പോയാലും സെൻസ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇവളെപ്പോഴാണ് ഇത്ര അടുത്ത് വന്നത്? അതിനെല്ലാം ഉപരി അവളെൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവളുടെ പ്രസൻസ് വളരെയധികം വീക്കാണ്. ഇവൾ എന്തെങ്കിലും തരത്തില അസാസിൻ സ്കിന്നിൽ പഠിച്ചിട്ടുണ്ടോ? നാശം, ഇനി ഇവളുടെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെയായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്? പ്ലം ബ്ലോസം, മാങ്ങാത്തൊലി, അവളെല്ലാം തന്നെ കണ്ടു. കുഴപ്പമില്ല, നാച്ചുറൽ ആയിട്ട് ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അവൻ ആ സോഡിൽ കയറി പിടിച്ചപ്പോഴാണ് അവളും പെട്ടെന്ന് ആ സോഡിൽ കയറി പിടിച്ചത്. നീ എന്നെ കൊല്ലാൻ പോവാണോ ഈ എവിഡൻസ് നശിപ്പിക്കാനായിട്ട്? കൊല്ലാനാ? നിന്നെയാ? നിനക്കെന്നാടി വട്ടാണാ? അയ്യോ, ഒച്ചത്തി പറഞ്ഞ് നാശം നാശം നാശം. അയ്യോ, ആക്ട് നാച്ചുറൽ, ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് നിനക്ക് എങ്ങനെയെങ്കിലും ഊരിപ്പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ആ സോഡ് അങ്ങോട്ട് അടച്ച് നേരെ കൈ അങ്ങോട്ട് കോപ്പി. സീനിയർ, ഞാൻ പോയിട്ട് വരാവേ. പെട്ടെന്ന് അവനെ വിളിക്കാൻ നോക്കി. ആ സെക്കൻഡ് ആ നേരെ ബാക്കിലേക്ക് ചാടി. ലിറ്ററലി ഒരു മാസീവ് ഉള്ള ഗ്യാപ്പ് തന്നെ ഉണ്ടാക്കി നേരെ വുഡ്സിലേക്ക് ഒളിഞ്ഞു പോയി. അവൾക്ക് ഒന്നും തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്ലം ബ്ലോസം കോപ്പ് അവളിനെ പേടിച്ച് തൂർച്ചു കളഞ്ഞു. എന്നാലും അവൾ ഇവിടെ നിന്നാണ് വന്നത്. അല്ല, ആരെങ്കിലും ഇത് കാണുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എന്തായാലും കുഴപ്പമില്ല. പക്ഷേ പലരും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നമായി മാറും. ഈ ബേക്കിൻ്റെ ഒക്കെ മുമ്പേ ഞാൻ ശരിക്കും സൂക്ഷിക്കണം. അല്ലല്ലല്ല, അവർ വരുവാണ്. അതിനർത്ഥം ഞാൻ എന്തായാലും ഇപ്പോൾ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം ചെയ്യാം, മൗണ്ട് ഹോസക്കിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അത് തീർത്തിട്ട് പോകാന്ന് പറഞ്ഞ് ചെങ്മ്യങ് നേരെ വഴി മാറി മറ്റൊരു സൈഡിലേക്ക് പോയി. പിന്നെ കാണിക്കുന്നത് കുറച്ചധികം ബഹളമുള്ള സ്ഥലമാണ്. അതായിരുന്നു നമ്മുടെ ഹുവ. അവിടെ ഒരാൾ പറയുകയും ചെയ്യും, ബാ അകത്തേക്ക് വാ, ഇവിടെ നല്ല വൈൻസ് ഒക്കെ കിട്ടും. അതിൻ്റെ അകത്താട്ടെ നമ്മുടെ ചങ്മ്യങ്ങും ഇരിപ്പുണ്ട്. ഇതാണ് പെർഫെക്ഷൻ. നോക്കട്ടെ ഇതെങ്ങനെയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കേവിൽ നിന്ന് കിട്ടിയ ആൽക്കഹോൾ തീർന്നു പോയിരുന്നു. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ ലീഡറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കാരണം എനിക്കിതൊക്കെ സിമ്പിളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇത് ശരിക്കും നാച്ചുറലുള്ള കാര്യമാണ്. പക്ഷേ എന്തിനാണ് മൗണ്ട് ഹോസെക്ടി ഇതൊക്കെ തടയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. അല്ലെങ്കിലും ടോയ്സം പറയുന്നത് നാച്ചുറലുള്ള ഫ്ലോയ്ക്ക് വേണ്ടി പോകാനല്ലേ. എന്തെങ്കിലും കോപ്പർ റൂളാട്ടെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടെടുത്ത് കുടിച്ചു. അവന് ശരിക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്നിട്ട് വെച്ചിട്ട് പറയും ചെയ്യും, സീനിയർ ബ്രദർ, ഇത് ശരിക്കും കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് 100ഓളം വയസ്സിന് പ്രായമുണ്ട്. എന്നിട്ടും ഇപ്പോൾ കുടിക്കുന്നതിന് ആ ഒരു പഴയ ടേസ്റ്റ് ഒന്നുമില്ല സീനിയർ ബ്രദർ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒളിച്ചും പാത്തും കുടിക്കുന്നതായിരുന്നു ഏറ്റവും രുചികരം. അതും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അത് കുടിച്ചു. എന്തൊക്കെ വിഡിത്താണല്ലേ ഞാനീ പറയുന്നത്. ഉള്ളത് പറഞ്ഞാൽ എൻ്റെ കൂടെ കുടിച്ചിരുന്ന ആരും തന്നെ ഞാൻ മിസ് ചെയ്യുന്നില്ല. എൻ്റെ സീനിയർ ബ്രദർ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അദ്ദേഹം എന്നെ കളിയാക്കത്തുള്ളായിരുന്നു. അല്ലാതെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. അതുപോലത്തെ ഒരു വ്യക്തിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ടോയിസ്റ്റ് ആണോ അതോ ഒരു ലിവിങ് ഡിയറ്റി ആണെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. എല്ലാവരും അദ്ദേഹത്തിനെ പറഞ്ഞത് ഒരു ടോയിസ്റ്റ് അല്ല, ഒരു ലിവിങ് ഡിയറ്റി എന്നാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു കിളവൻ മാത്രമായിരുന്നു. കാര്യങ്ങളുടെ ഒക്കെ ഒരു പോക്കേ. എന്നിട്ട് അവൻ വീണ്ടും അത് കുടിച്ചു. ഇത് ശരിക്കും റിഫ്രഷിംഗ് ആയിട്ടുണ്ട്. ഒരു ഡിയറ്റി അല്ലേ. എന്തായാലും ഇവിടെയും അവിടെയും തമ്മിൽ എന്നെ വ്യത്യാസമുള്ളത് എത്രയും പെട്ടെന്നൊന്നും ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരത്തില്ല കേട്ടോ. സോ തൽക്കാലം കുറച്ച് നാളും കൂടെ അവിടെ നിൽക്കി. ഈ സമയത്താണ് കുറച്ച് പേര് അവിടേക്ക് നടന്ന് വന്നത്. വെൽക്കം, അകത്തേക്ക് വന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുകയും ചെയ്യും. ചങ്മ്യങ്ങാട്ടെ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഡീസൻ്റ് ആയുള്ള ഫുഡ് ഉണ്ട് കേട്ടോ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ സീനിയർ ബ്രദർ, സത്യം പറയാലോ അധികം കഴിച്ച് മടുത്ത്, ഇനിയെങ്കിലും നല്ല ഫുഡ് കഴിക്കാമല്ലോ. അപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. അല്ല, സീനിയർ ബ്രദേഴ്സോ? സീനിയേഴ്സ് ആ കാണുന്ന യൂണിഫോം ആൻഡ് അതിലുപരി അവരുടെ നെഞ്ചത്തുള്ള ആ ഒരു പ്ലം ബ്ലോസം പാറ്റേൺ, അവർ ബേക്ക് ഡിസിപ്ലിൻസ് ആണല്ലേ. അയ്യോ, അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തലവന്നെയാവും. പതുക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് നൈസായി മുങ്ങുന്നതായിരിക്കും നല്ലത്. അല്ല, ജൂനിയർ സിസ്റ്റർ യുവിനെ കണ്ടിരുന്നോ? നമ്മൾ ഇവിടെ വെച്ച് കാണുമെന്ന് പറഞ്ഞിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു അവൾ എന്തായാലും മൗണ്ട് ഹോസക്കിലേക്ക് പോയിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ അവൾ ആര് പറഞ്ഞ കേൾക്കത്തൊന്നും ഇല്ലല്ലോ. മാസ്റ്റേഴ്സ് എന്തായാലും നമ്മൾ വരുന്നത് അറിഞ്ഞു കാണും. പിന്നെ ജൂനിയർ സിസ്റ്റർ യു എന്തായാലും കുറച്ച് ഇങ്ങനെയായതുകൊണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല, അത് ആ വഴിക്ക് പൊക്കോളും.
ആ പിന്നെ ഇവിടേക്ക് എവിടെ വെക്കുക? ഞങ്ങൾക്ക് 3 പ്ലേറ്റ് ഫുഡ് വേണം. ഇവിടെയുള്ള ഏറ്റവും രുചികരമായുള്ള ഫുഡ് തന്നെ എടുത്തോ കേട്ടോ. പിന്നെ ആൽക്കഹോൾ എടുക്കാൻ മറക്കണ്ട കേട്ടോ. ആ ശരി ശരി. ആ കൊള്ളാം. വെറും സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനേ ഉള്ളൂ. എന്നിട്ടും ഇത്ര ഓപ്പൺ ആയിട്ടിരുന്ന് കുടിക്കുന്നു നോക്കിയേ വിഡ്ഢികള്. സത്യം പറഞ്ഞാൽ അതൊക്കെ എൻ്റെ സമയത്ത് ആ ടൈമിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച് റൂമിൽ പൂട്ടിയിട്ട് അവിടെ കിടത്ത് പുറം ലോകം പോലും കാണിക്കത്തില്ലായിരുന്നു. അതൊക്കെ പഴയ കാലം. ആൻഡ് ആ കൂട്ടത്തിൽ ആ നടുക്കിരിക്കുന്നവനാണെന്ന് തോന്നുന്നു ഏറ്റവും മൂത്തത്. ബാ നമുക്ക് എല്ലാവർക്കും ഒന്ന് കുടിക്കാം. നിങ്ങൾ എല്ലാവരും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തതല്ലേ. പിന്നെ സീനിയർ ബ്രദർ താങ്കൾ എന്താടി പറയുന്നത്? താങ്കളുടെ അത്ര ആരെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാവരും താങ്കളുടെ പാതയല്ലേ പിന്തുടരുന്നത്. അവനാട്ടെ നൈസിൽ ഒന്ന് ചിരിച്ചു. ഞാൻ നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഇല്ലായിരുന്നോ? അല്ലല്ലേ, ഇവൻ ശരിക്കും സുന്ദരനാണല്ലോ. ഉള്ളത് പറയല്ലോ, എനിക്ക് തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. കഥയിൽ നിന്നൊക്കെയുള്ള ഒരു ലെജൻഡ് പോലെയായിട്ടാണ് എനിക്ക് അവനെ തോന്നുന്നത്. ആ എന്തായാലും നമ്മളെല്ലാവരും തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് ഈ ഡ്രിങ്ക്സിന്റെ വില അത് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട. ഓ താങ്ക് യു സീനിയർ ബ്രദർ, റിയലി താങ്ക്സ്. സെക്റ്റിന്റെ ഒക്കെ ഒരു പോക്കേ. അല്ല സീനിയർ ബ്രദർ, നമ്മൾ ശരിക്കും സ്ട്രോങ്ങർ ആയിട്ടുണ്ടോ? ഉള്ളത് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുമായിരിക്കുമല്ലോ. ഒന്നുമില്ലെങ്കിലും മൗണ്ട് ഹോ സെക്റ്റും സദേൺ എഡ്ജ് സെക്റ്റും തമ്മിലുള്ള ഒരു കോൺഫറൻസ് ഇപ്പോൾ അടുക്കാറായിട്ടില്ലേ? സത്യം പറയാലോ ജൂനിയർ ബ്രദർ, എനിക്ക് അറിഞ്ഞൂടാ. സദേൺ എഡ്ജ് സെക്റ്റ് ശരിക്കും സ്ട്രോങ്ങർ ആണ്. ഈവൻ 10 ഗ്രേറ്റ് സെക്റ്റിലെ ഒരു സെക്റ്റ് കൂടിയാണ് താങ്കൾ പറഞ്ഞത്. നമ്മൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സദേൺ എഡ്ജ് സെക്റ്റിലെ ആ ഒരു ഗ്യാപ്പ് ശരിക്കും വലുതാണ്. കമ്പയർ പോലും ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഉള്ള കാര്യം പറയാലോ, നമ്മൾ ശരിക്കും കേപ്പബിൾ ആണ്. നമ്മൾ തോറ്റുപോയിട്ടുണ്ടായിരിക്കും പഴയ കോൺഫറൻസിനൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ ഒട്ടും തന്നെ പിറകിലല്ല. നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് ഉറക്കം പോലും അഴിച്ച് ട്രെയിൻ ചെയ്തു. അതിനെന്തായാലും ഉറപ്പായിട്ടും നമുക്ക് ബലം കിട്ടിയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഹാർഡ് വർക്ക് ഒരിക്കലും നമ്മളെ ബിട്രൈ ചെയ്യത്തില്ല. എൻ്റെ മനസ്സ് പറയുന്നത് നമുക്കിപ്പോൾ സദേൺ എഡ്ജ് സെക്റ്റായിട്ട് നേർക്ക് നേർ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. എന്ത് സദേൺ എഡ്ജ് സെക്റ്റായിട്ടോ? സത്യം പറഞ്ഞാൽ അവരും സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മളും സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. സ്ട്രോങ്ങർ ആകുന്നതിന് ഒട്ടും തന്നെ ലിമിറ്റില്ല. നമ്മൾ ഇനിയും അഡ്വാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്ത് നമ്മൾ ഉറപ്പായിട്ടും സദേൺ എഡ്ജ് സെക്റ്റിനെ സർപ്പാസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ചങ്മ്യങ് ഒന്ന് ചിരിച്ചത്. അവരെല്ലാവരും അവിടേക്ക് നോക്കി. ചങ്മ്യങ്ങും തിരിഞ്ഞു നോക്കി, അവനും തിരിഞ്ഞു നോക്കി. അല്ലേ, ഒരു ഈച്ചയില പറന്നു പോയത്. ആ ടൈമിൽ അവൻ ചങ്മ്യങ്ങിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. നാശം കുഴപ്പമില്ലായിരിക്കുമല്ലേ, എൻ്റെ ആക്ടിങ് നല്ലതായതുകൊണ്ട് അവൻ എന്നെ ബ്രദർ. അയ്യോ യെസ് പറഞ്ഞോളൂ. നീ ആരാണ്? നിന്നെ ഇതിനു മുമ്പ് ഹോയിലെങ്ങും കണ്ടിട്ടില്ലല്ലോ. നിന്റെ പേരും നീ എവിടുന്നാണ് വന്നതെന്നും എനിക്ക് അറിഞ്ഞക്കൊള്ളുന്നുണ്ട്. നാശം മൂഞ്ചി നത്തൊന്നേ. ആരാടാ ഈ കുരിപ്പ്? എന്തായാലും ഞാനിവിടേക്ക് വന്നപ്പോൾ തന്നെ ഈ സ്ഥലത്തിൽ എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നിയായിരുന്നു. ആൻഡ് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, അത് ഇവൻ കാരണമാണ്. 10-15 വയസ്സേ അവന് പ്രായം തോന്നിക്കുന്നുള്ളൂ. എന്നിട്ട് എക്സ്പെൻസീവ് ആയ ആൽക്കഹോളും ഡിഷസുമാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടത് വെച്ച് ഇവിടെ അത്ര വെൽത്തിയുള്ള ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിന് മക്കളൊന്നുമില്ല. അതും ഹോയിൽ. അതും ഇവൻ്റെ ഏജിലുള്ള ഒരാളും തന്നെ ഇല്ല. പിന്നെ ആരാണ് ഈ കാണുന്നവൻ? ഞാൻ ചെറുതായിട്ട് ഇവിടെ കൂടെ പാസ് ചെയ്ത് പോയതാ. എന്നെ മൈൻഡുണ്ട. നിങ്ങൾ കഴിച്ചോ? പാസ് ചെയ്ത് പോയതോ? അപ്പോൾ അത് അത്ര ഇമ്പോസിബിൾ ഒന്നുമല്ല. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടുമുട്ടിയത് നമ്മുടെ വിധിയായിരിക്കും. നമ്മൾക്ക് പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്താലോന്ന് ചോദിച്ചിട്ട് ആ നേരെ മുമ്പിലേക്ക് വന്ന് അവിടെ കസേരയിട്ട് അങ്ങോട്ട് ഇരുന്നു. ഞാൻ മൗണ്ട് ഹോസ്റ്റക്കിലെ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനുള്ള ബേഗ് ചെന്നാണ്. നീയോ? മോശം, ഇവൻ ശരിക്കും അനോയിങ്ങാണല്ലോ. ഇടിച്ചവൻ്റെ തുറച്ചല്ല. അത് പിന്നെ ഞാൻ ഒരു നോബഡിയാണ്. താങ്കൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? താങ്കളുടെ മുഖം മറക്കുന്നത് എനിക്കവിടെ കാണാൻ സാധിക്കും. കോപ്പ്, ഈ നാറി അവനെ കണ്ട എന്തൊരു ജിൻഡിലാണ്. എന്നിട്ട് അവൻ്റെ ചൊറിയുന്ന സ്വഭാവം നോക്കിയേ. പെട്ടെന്ന് ചങ്മൻ നേരെ എഴുന്നേറ്റു. അല്ലേ, എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ അതിനെപ്പറ്റി മറന്നുപോയെന്ന് പറഞ്ഞ് അവൻ നൈസിൽ അവിടെ കൂടെ നടന്നു. ഡാ നിൽക്കവിടെ, എനിക്ക് നീയായിട്ട് കുറച്ചുകൂടെ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഇപ്പം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് അവൻ നേരെ തിരിഞ്ഞ് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. പക്ഷേ സിമ്പിളായിട്ട് തന്നെ ചങ്മ്യങ് ഒരു സൈഡിലേക്ക് അത് ഡോഡ് ചെയ്തു. എന്നിട്ട് പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ് നൈസിൽ കൂടെ അവിടുന്ന് ഓടിക്കളഞ്ഞു. അല്ല, അവനത് കാണാതെ തന്നെ ഡോഡ് ചെയ്തോ? എൻ്റെ ജോയിൻ്റ് ഗ്രാഫ്സ് ടെക്നിക്ക് അവനത്. സീനിയർ ബ്രദർ എന്ത് പറ്റി? എന്ത് താങ്കൾ അവനെ വിട്ടുകളഞ്ഞത്? അല്ല, നമ്മൾ ടോയ്സ് അല്ലേ, നമ്മളങ്ങനെ ഒരു കൊച്ചു കുട്ടീനെ അങ്ങനെയൊക്കെ. താങ്കൾ ശരിക്കും ജനറസ് ആണ് കേട്ടോ. ശരിയാണ്, ഞാൻ അവനെ വിട്ടുകളഞ്ഞതാണല്ലേ. ശരിയാണ്, എൻ്റെ കൈ തെന്നിയതായിരിക്കും. ഈ ബേക്കിനൊക്കെ കൊണ്ട് വീണ്ടും തലവേദനയാണല്ലോ. വല്ല കാര്യമുള്ള കാര്യത്തിനാണോ ഇവന്മാരൊക്കെ? സത്യം പറഞ്ഞ് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ നിന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും ലീഡർ എന്ന രീതിയിൽ ഞാൻ നിന്നുകൊണ്ടാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വേറൊരുത്തരും കൂടെ വന്നിട്ടുണ്ട്. കോപ്പ് കള്ളം തീർന്ന. എന്തെങ്കിലുമൊക്കെ ആട്ടെ. ഇനി എന്തായാലും പഴയ പോലെ ആയിരിക്കത്തില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും.
പിന്നെ ഓനെന്നാണ് പറഞ്ഞത് ഞാൻ 17 ഡിഫീറ്റ് ചെയ്യും കോപ്പാണ് മറിച്ചാണെന്ന്. വെറുതെ ബിഗ് ടോക്ക് മാത്രമേ ഉള്ളൂ. ജോഗലിന്റെ മുമ്പിൽ പോലും അവന് നിൽക്കാൻ പറ്റത്തില്ല. എന്നിട്ടാണ് ഞാൻ 17 ഡിഫീറ്റ് ചെയ്യും കോപ്പ്. അതുമല്ല അവൻ അവൻ എന്നെ യൂസ് ചെയ്തത് ഗ്രോസ്പ് ടെക്നിക്കാ. അത് എന്നെ പിടിക്കാൻ നടക്കും കുറെ. തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ കണ്ടപ്പോൾ ഏകദേശം ഇതുപോലെയായിരുന്നു. പക്ഷെ അവരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബേസിക് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. അവർ ടെക്നിക്സ് ഒക്കെ പഠിച്ചത് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ അതങ്ങനെയല്ല. അവരിപ്പോൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. പക്ഷേ അവർ ശരിക്കും ഒരു തലവേദനയാണ്. കമ്പയർ പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ചെങ്മെങ് അതവിടെ വെച്ചു. എന്നാണ് ഇതേപോലത്തെ പൊട്ടന്മാരെയൊക്കെ ഒരു ബെറ്റർ ഉള്ള ഡീസൻറ്റ് മാർഷൽ ആർട്ടിസ്റ്റാക്കി എനിക്ക് മാറ്റാൻ പറ്റുന്നതെന്നും പറഞ്ഞ് അവൻ നേരെ അവിടേക്ക് നടന്നുപോയി. സീനിയർ ബ്രദർ ജോഗൾ ദി തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഗ്യാദർ ചെയ്യാൻ പറഞ്ഞു. ആ ശരി ശരി, ഞാൻ അവിടേക്ക് വന്നേക്കാം, നീ അവിടേക്ക് ചെല്ലി. അങ്ങനെ അവനവിടെ റെഡിയാകുകയായിരുന്നു. അല്ല പറഞ്ഞ പോലെ ചെങ്മ്യങ് തിരിച്ചു വന്നോ? ചെങ്മ്യങ് എന്ന് വിളിച്ചുകൊണ്ട് അവൻ നേരെ മുന്നിലേക്ക് നടന്നു. അവൻ്റെ വാതിൽ തുറന്നു. അവിടെ ഇട്ട് സൂര്യ സൈഡിൽ കിടക്കുന്നു. അവനവിടെ കൂർക്കം വലിച്ച് അവിടെ പൊട്ടനെ പോലെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. നാശം, എന്തൊരു നാറ്റാണ് ഇവൻ കുടിച്ച ഈ നാറി. ചെങ്മ്യങ് ചെങ്മ്യങ് എഴുന്നേക്ക്, ജൂനിയർ ബ്രദർ എഴുന്നേക്ക്. പക്ഷേ അവൻ എഴുന്നേക്കുന്നേയില്ല. ആ ടൈമിലാണ് ജോഗളിന് ഒരു ഐഡിയ തോന്നിയത്. എടാ നായിൻ്റെ എന്തൊരു രസമാണെന്ന് നോക്കിയാൽ സൂര്യനെ കാണാൻ. കാര്യം പെട്ടെന്ന് ചെങ്മിങ് ചാടി എണീറ്റിരുന്നു. സൂര്യനാ എവിടെ? അതൊന്നുമില്ല, നീ വിട്ടേക്ക്, ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്താ ഈ നന്നായിട്ട് ഉറങ്ങിപ്പോയല്ലേ. ആ കൊള്ളാം, ചെറിയ റെസ്റ്റ് അവൻ്റെ നോക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് റെഡി ആക്കിയേ, ഒന്ന് കുളിച്ചിട്ടൊക്കെ വാ. സീനിയേഴ്സ് അവിടെ വന്നിട്ടുണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് വരെ അവരെ നമുക്ക് ക്ഷണിക്കാനുള്ളതാണ്. അതിലുപരി എന്തൊരു നാറ്റാടാ, കള്ളു കുടിച്ചാ നീ. പെട്ടെന്ന് ചെങ്ങ എൻ്റെ മൂക്കിൽ കയറി പിടിച്ച് ആ പ്രഷർ അങ്ങോട്ട് റിലീസ് ചെയ്ത് ആ റൂം ഫുള്ള് തന്നെ ആ ഒരു ഫോഗ് കൊണ്ട് നിറഞ്ഞു. അവൻ ശരിക്കും ഞെട്ടി തെറിച്ചു പോയി. കാര്യം കള്ളിൻ്റെ മണം പൂർണ്ണമായിട്ടും പോയിരിക്കുന്നു. കള്ളോ? എന്താടാ നീ പറഞ്ഞത്? എന്നെപ്പോലെ പ്യൂറസ്റ്റ് ആയുള്ള ആ ഒരു സീക്രട്ട് ഉള്ള ടോസിൻ്റെ മുഖത്ത് നോക്കി ഇതൊട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വാ നമുക്ക് പോകാം, അല്ലെങ്കിൽ നിനക്ക് വല്ല പണിഷ്മെൻറ്റും കിട്ടുമെന്ന് പറഞ്ഞ് അവൻ നേരെ മുന്നിലേക്ക് നടന്നു. അല്ലടാ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളെന്തിനാടാ ഈ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനൊക്കെ പോയി വരവേൽക്കുന്നത്? അവർക്ക് ഇങ്ങോട്ട് വരാമെന്നുള്ളതല്ല. അല്ല നമ്മൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണ്ടേ? ഒന്നുമില്ലെങ്കിലും ഒരു ഐസൊലേഷൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുന്നവരല്ലേ. കോപ്പാണ്, വെറുതെ ചിരിപ്പിക്കത്തില്ലേ. അവന്മാർ അവിടെ പെടുന്ന കിടന്ന് കുറച്ച് സിങ് കാണിച്ചെന്ന് പറഞ്ഞ് എന്തുപോലുണ്ടാകാനാണ് ട്രെയിനിങ് സെക്ഷൻ. ഒരു കോപ്പം ഉണ്ടായിട്ടില്ല. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഗുണമുള്ള ഒരാളെ പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവൻ ശരിക്കും ടഫായിരിക്കും. പക്ഷെ എന്നാലും അവൻ എങ്ങനെ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ ഇത്ര പുഴുത്തി പറയുന്നത് ഒരു ഉപയോഗമില്ല. എനിക്ക് ഉറപ്പാണ് അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ മനസ്സ് പറയുന്നത് നമുക്ക് ഇത്തവണ എങ്ങനെയെങ്കിലും സദറൻ സെക്കിനെ അവരെ കൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്ലീഡറിനെ കണ്ടിട്ടും നല്ല ഇതൊക്കെ ഉണ്ട പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യം മറക്കണ്ട, അവരുടെ മുമ്പിൽ കുറച്ച് കെയർഫുൾ ആകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് സീനിയർ ബേക്കുള്ള ചങ്, അവൻ ശരിക്കും സ്ട്രിക്റ്റ് ആണ്. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് പണിഷ്മെൻറ്റ് കിട്ടും. കിട്ടും കിട്ടും കിട്ടും. എടാ ഞാൻ കാര്യം പറഞ്ഞതാണ്. മനസ്സിലായി വാന്നും പറഞ്ഞ് അവർ നേരെ മുന്നിലേക്ക് നടന്നു. അല്ല നിങ്ങളിവിടേക്ക് എത്തിയോ? സീനിയർ ബ്രദർ, സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ ഇതാ വന്നിരിക്കുന്നു, ഗേറ്റ് തുറക്കൂ. പിന്നെ കാണുന്നത് ആ ഗേറ്റ് അവർ അങ്ങോട്ട് തുറക്കുന്നതാണ്. അങ്ങനെ അവർ നേരെ മുന്നിലേക്ക് നടന്നു. അവരുടെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ സെക്രട്ടറിയും ബാക്കിയുള്ള എൽഡേഴ്സും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസ് എല്ലാവരും തന്നെ കൈയടിച്ചുകൊണ്ട് അവരെ വരവേറ്റു. അതായിരുന്നു നമ്മുടെ മൗണ്ട് ഹോസ് സെക്കൻഡിൻ്റെ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻസ്. അല്ല ഇവൻ ശരിക്കും സുന്ദരനാണല്ലേ? ശരിയാണ്, ശരിക്കും തന്നെ. ഉള്ളത് പറയാലോ, കഴിഞ്ഞ ജന്മത്തിൽ എന്നെ ഇങ്ങനെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ശരിക്കും സുന്ദരനായിരുന്നു, എല്ലാ പെമ്പിള്ളേരും എൻ്റെ പുറകെ. എന്നാൽ അപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. അവനൊരു ഡൗട്ട് തോന്നി. നേരെ അവിടേക്ക് നടന്നു വന്നത് ചെങ്മ്യങ്ങിൻ്റെ നേരെയാണ്. ചെങ്മ്യങ്ങിൻ്റെ തൊട്ട് മുമ്പിൽ അവൻ വന്ന് നിന്നിട്ട് അവൻ്റെ കൈ ഇങ്ങോട്ട് മുമ്പിലേക്ക് വെച്ചു. എന്നിട്ട് ആ ഉടുപ്പിൽ കയറി പിടിക്കുകയും ചെയ്തു. ചെങ്മ്യങ്ങിന് അവൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായില്ല. കുറച്ചു നേരം അനങ്ങാതെ നിന്നിട്ട് അവൻ പറയുകയും ചെയ്തു, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോടാ കുരുപ്പേ? നാശം, ഈ നായിൻ്റെ മകൻ, ഇവനങ്ങോട്ട് ഇടിച്ച് തൂറിച്ചാലാ.